ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ. നമ്മൾ ഇന്നലെ കാണാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നലെ ഭഗവാന്റെ കുറച്ച് സേവനങ്ങളിലായിപ്പോയി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗർഗഭാഗവത്തിൽ ഇനി എന്താണ് ലീല, അടുത്ത ലീല എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വൃന്ദാവനത്തിൻ്റെ ഉത്പത്തി, വൃന്ദാവനം എങ്ങനെയാണ്, വൃന്ദാവനത്തിൻ്റെ മഹാത്മ്യം എന്താണ്, സാക്ഷാൽ തീർത്ഥസ്ഥലം, തീർത്ഥങ്ങളുടെ രാജാവായ പ്രയാഗ്രാജ് സ്വയം പൂജിക്കുന്ന സ്ഥലമാണ് വൃന്ദാവനം എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രയാഗ്രാജ് ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, എല്ലാ തീർത്ഥങ്ങളും എന്നെ പൂജിക്കുന്നുണ്ട്, വൃന്ദാവനം മാത്രം എന്നെ പൂജിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തരം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഭഗവാൻ പറയുകയാണ്, എല്ലാ തീർത്ഥ സ്ഥലങ്ങളുടെയും രാജാവ് നീയാണ്, പക്ഷെ വൃന്ദാവനം എന്ന് പറയുന്നത് എൻ്റെ വീടാണ്, അത് നിനക്കെങ്ങനെ തരാൻ കഴിയുക എന്ന് പറഞ്ഞു. അന്നേരം അത് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ സ്വന്തം വീടാണ് മധുര മണ്ഡലം എന്ന് പറയുന്നത്. ചൗറാസി കോശം എന്ന് പറഞ്ഞ് 256 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആ ഒരു പ്രദേശം. ഇത് ഗോലോകത്തിൻ്റെ ഒരു ഭാഗമാണ്. അന്നേരം കംപ്ലീറ്റ് ഗോലോകത്തിൻ്റെ ചെറിയൊരു ഭാഗം ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അതായത് ഗോലോകം എന്താണെന്ന് എൻ്റെ ഒരു സാമ്പിൾ അതാണ് കാണിച്ചു തന്നത്. ഒരു ട്രെയിലർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിനിമ കാണുന്നതിന് മുമ്പ് എൻ്റെ ട്രെയിലർ ഇറങ്ങത്തില്ല, അതേപോലെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ കാണാൻ പറ്റുമോ? ഒന്ന്, ഭഗവാൻ പ്രത്യക്ഷത്തിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അതിൻ്റെ പരിപൂർണതയിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. അതായത് ആക്ച്വൽ ഗോലോകം ഇവിടെ കാണാൻ പറ്റുമായിരുന്നു 5000 വർഷം മുമ്പേ. പക്ഷെ ഭഗവാൻ അപ്രത്യക്ഷമായതോടുകൂടി ഭഗവാന്റെ കൂട്ടത്തിൽ തന്നെ ഭഗവാന്റെ ആ ഒരു സ്ഥലവും ഭഗവാന്റെ വീടും ഇങ്ങനെ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്രത്യക്ഷമാകുന്നതിൻ്റെ അർത്ഥം അതിവിടെ ഇല്ല എന്നല്ല, ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ കൺമുന്നിൽ നിന്നും അത് മാഞ്ഞു പോകും. സാധാരണ വ്യക്തികൾക്ക് അത് കാണാൻ കഴിയില്ല. നമ്മൾ ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഇപ്പോഴും ഇവിടെ ഇരുന്നു കൊണ്ട്, വൃന്ദാവനത്തിൽ ഇരുന്നു കൊണ്ട് വൃന്ദാവനത്തിൻ്റെ ആ ഒരു പരിപൂർണ അവസ്ഥയിൽ നമുക്ക് വൃന്ദാവനത്തിനെ കാണാൻ പറ്റും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. അതിനുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ, അതിനുള്ള യോഗ്യത എന്താണ്? നമ്മുടെ ലക്ഷ്യം ഭഗവാൻ മാത്രമായിരിക്കണം. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ മാത്രം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാനെയും ഭഗവാന്റെ ലോകത്തെയും കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തിരുനാമജപമാണ്. തിരുനാമജപത്തിലൂടെയാണ് എല്ലാം തുടങ്ങുന്നത്. കാരണം ഭഗവാന്റെ തിരുനാമം ജപിച്ച് ശ്രദ്ധയോടുകൂടി നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളൊക്കെ തീരുകയും അങ്ങനെ നമുക്ക് കൂടുതൽ ഭഗവാനായിട്ട് അടുക്കാനും കഴിയും. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം. എങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം? ഭഗവാന്റെ അനുഗ്രഹത്തിന് പല തലങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള അനുഗ്രഹം, അല്ലെങ്കിൽ പിന്നെ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അനുഗ്രഹം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് പല ആഗ്രഹങ്ങൾ കാണും. ഉദാഹരണത്തിന്, നമ്മൾ ഈ ശരീരം എടുത്തുകൊണ്ട് നമ്മൾ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങളായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് മിക്ക ഭക്തരുടെയും പ്രാർത്ഥനയുടെയും, ഭക്തർ മാത്രമല്ല വിശ്വാസികളും ഭക്തരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഭക്തരെന്ന് പറഞ്ഞാൽ ഭഗവാനോട് ഇഷ്ടമുള്ളവർ, ഭഗവാനെ സ്നേഹിക്കുന്നവർ, അവരെയാണ് ഭക്തരെന്ന് പറയുന്നത്. വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല, ഭഗവാനെ അറിയാനോ ഭഗവാന്റെ കാര്യത്തിൽ അധികം താല്പര്യമില്ലാത്ത. ഇന്ന് കൂടുതലും നമുക്ക് വിശ്വാസികളെ കാണാൻ പറ്റും. അന്നേരം വിശ്വാസികളുണ്ട്, പക്ഷേ ഭക്തർ വളരെ കുറവായിരുന്നു. അന്നേരം ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവർക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ട്, പക്ഷേ ഉള്ളിലെ ഭൗതിക ആഗ്രഹങ്ങൾ പോകുന്നതില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? അവരുടെ അജ്ഞാനം. എന്താണ് അജ്ഞാനം? അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ശരീരമാണെന്ന് ചിന്തിക്കുന്നു, ശരീരമായിട്ട് ബന്ധപ്പെട്ട ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മൾ ആസക്തരായിട്ടിരിക്കുന്നു, പല രൂപങ്ങൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു, പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, പല രുചികൾ രുചിക്കാൻ ആഗ്രഹിക്കുന്നു,
പല ഗന്ധം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു, പല സ്പർശനം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു, പല ചിന്തകളിൽ മഗ്നരായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ നമ്മുടെ ഈ ശരീരത്തെ സ്തുതിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ കഴിവുകളെ എല്ലാവരും പ്രശംസിക്കണം. നമ്മുടെ കഴിവുകൾ മറ്റുള്ള വ്യക്തികളെക്കാട്ടി ഏറ്റവും ഉയർന്നു നിൽക്കണം. അങ്ങനെ ഒരു ലിമിറ്റില്ല. അൺലിമിറ്റഡായിട്ട് ഒരു അന്ത്യമില്ലാതെ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ അടുത്ത തലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഏറ്റവും ഉന്നതരായിട്ടിരിക്കണം. അതായത് ഞാൻ ഏത് ജാതിയിൽ ഉള്ള വ്യക്തിയാണോ ആ ജാതിയായിരിക്കണം ഏറ്റവും ടോപ്പ്. പിന്നെ എൻ്റെ കുടുംബക്കാർ ഏറ്റവും ബെസ്റ്റായിരിക്കണം, ഞാൻ ജനിച്ച കുലം ഏറ്റവും ബെസ്റ്റായിരിക്കണം, ഞാൻ ജനിച്ച കമ്മ്യൂണിറ്റി, ഞാൻ ജനിച്ച ജില്ല, ഞാൻ ജനിച്ച സ്ഥലം, സംസ്ഥാനം, രാജ്യം, അല്ലേ, അങ്ങനെ ഇങ്ങോട്ടങ്ങ് പോകും. പിന്നെ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കൾ, അല്ലേ, ഈ ശരീരത്തെ സ്നേഹിക്കുന്ന അവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു. അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനെ അതിനെയാണ് സംസാര സാഗരം എന്ന് പറയുന്നത്. ഒരു എൻഡില്ലാത്ത നെറ്റ്വർക്ക് ഓഫ് തോട്ട്സ്, ആഗ്രഹങ്ങൾ, ഒരു ശൃംഖല, ഒരു സീരീസ്, ഇങ്ങനെ ഒരു ജാലകം, എന്തിൻ്റെ പല പല ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും അതിൻ്റെ നടുക്കപ്പെട്ട് കിടക്കുകയാണ് പാവം ജീവാത്മാവ്, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ജീവാത്മാവ്. മനസ്സാകുന്ന സങ്കല്പങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ലോകമുണ്ട്. അന്നേരം എല്ലാവരും അവരവരുടെ ലോകത്താണ് താമസിക്കുന്നത്. അവരവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അവരവരുടെ മനസ്സിൻ്റെ സങ്കല്പം അനുസരിച്ചുള്ള ലോകങ്ങളിൽ. അന്നേരം നമ്മൾ മനുഷ്യ ശരീരം എടുക്കുമ്പോഴും നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചാണ് അടുത്ത ജന്മം. അന്നേരം മൃഗീയ ചിന്താഗതിയിൽ മൃഗീയ ആഗ്രഹങ്ങളും വെച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അടുത്ത ജന്മം തീർച്ചയായിട്ടും മൃഗമായിട്ടായിരിക്കും. അന്നേരം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്തോ ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള എന്തോ ഒരു TV ഷോ ഉണ്ടല്ലോ, വല്ലാത്തൊരു കഥയാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും കഥ വല്ലാത്തൊരു കഥയാണ്, ഒരു കഥയാണ് നമ്മുടെ. എന്ന് ഇതൊക്കെ തീരുമെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പില്ല, ഭഗവാനും ഉറപ്പില്ല. കാരണം എന്താ, നമ്മുടെ ആഗ്രഹങ്ങൾ തീരുന്നേയില്ല, അല്ലേ. നമ്മൾ ഈ ജന്മം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഈ കളി, ചിരി, പിന്നെ പഠിത്തം, പിന്നെ ജോലി, പിന്നെ വിവാഹം, പിന്നെ കുട്ടികൾ, അവരുടെ വിവാഹം, പിന്നെ അവരുടെ പഠിത്തം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരുടെ വിവാഹം, അവരുടെ കുട്ടികൾ, ഒരിക്കലും തീരുന്നില്ല. പിന്നെ അപ്പോഴേക്കും നമ്മുടെ കാര്യം പിന്നെ ആര് നോക്കും? നമ്മുടെ രോഗം, നമ്മുടെ ശരീരം, അവസാന സമയത്ത് നമുക്ക് ആര് കാണും എന്നൊക്കെ. അങ്ങനെ പിന്നെ അപ്പോഴേക്കും ശരീരം ഉപേക്ഷിക്കുന്നു, വീണ്ടും പുതിയൊരു ശരീരം വീണ്ടും കുഞ്ഞായിട്ട് ജനിക്കുന്നു, വീണ്ടും ഇതേപോലെ ഇങ്ങനെ തന്നെ. അത് മനുഷ്യക്കുഞ്ഞാവണമെന്നില്ല, പല മൃഗങ്ങളുടെ ജന്മമാകാം. ദേവലോകത്ത് പോയാലും അവിടെയും എത്രത്തോളം പുണ്യം നമ്മൾ ആർജിച്ചിട്ടുണ്ടോ അത്രത്തോളമേ നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയും. ആ പുണ്യം ക്ഷയിക്കുന്നതോടുകൂടി നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വരും. മനസ്സിലായി? അന്നേരം ഇതൊരു സ്വപ്നലോകമാണ്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമാണ്. പലപ്പോഴും നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ഒരു ഇമാജിനേഷൻ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്തൊരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരണം. എന്നാൽ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും? അത് സത്സംഗത്തിൽ പല പ്രാവശ്യം ഞാൻ നൽകിയ ഉദാഹരണം, അത് പ്രഭുപാദ്ജി നൽകുന്നൊരു ഉദാഹരണമാണ്. അതായത് പണ്ട് കാലത്തുള്ള സിനിമകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അതായത് കണ്ടിട്ടുണ്ട്. അതായത് ചില വ്യക്തികൾ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അവർ മറന്നുപോയിട്ട് അവർ വേറെ വ്യക്തിയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അവർ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഇമോഷൻസ് ഉള്ള എന്തെങ്കിലും ഒരു വസ്തു, വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വരുമ്പോൾ അവർക്ക് എല്ലാം തിരിച്ചു കിട്ടുന്ന പോലെ, അതേപോലെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മെമ്മറി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ മറന്നു പോയിരിക്കുകയാണ് നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മൾ ആരാണെന്നൊക്കെ. താൽക്കാലികമായിട്ടുള്ള ലോകത്ത് താൽക്കാലിക കാര്യങ്ങൾ ചെയ്തിട്ട്
എന്നെന്നും ഇവിടെ തന്നെ തുടരാനുള്ള ഒരു എന്തു പറയുക പോരാട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്, അല്ലേ? ശരീരം നശിച്ച് ആകുന്ന നിമിഷത്തിലും ഡോക്ടർ അടുത്ത് വന്നിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇവിടെ തുടരണമെന്നാണ്. ഡോക്ടറിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് ശരീരം തീർന്നു, ശരീരം ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു ശ്വാസത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. അത് വല്ലാത്തൊരു കഥയാണ് നമ്മുടെ. ഹരേ കൃഷ്ണ. അന്നേരം ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വരണം. അതിനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ പരമകാരുണ്യ അവതാരമായ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ലോകത്തിൽ വന്നത്. എല്ലാവർക്കും ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം നൽകിയിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണനാഹി അന്യ എന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. അതായത് സാക്ഷാൽ ശ്രീമതി രാധാറാണിയും ഭഗവാൻ കൃഷ്ണനും കൂടെ ഒന്നിച്ചതാണ് ചൈതന്യ മഹാപ്രഭു. അന്നേരം ഭഗവാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമുക്ക് ആഗ്രഹം മാത്രം മതി പോകാനായിട്ട്, ആഗ്രഹം മാത്രം മതി. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റും. എന്തായാലും നമുക്ക് ഇന്നത്തെ ചർച്ച തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഉപജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സാഗരരഘുനാഥം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സകലലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതായ സ്വാമിനേ നമഃ. ആചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാമതായ നഗരഗ്രാമധാരി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി വിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനെ. ശ്രീവർഷമാനവി ദേവി ദേതായ കൃപാതേ കൃഷ്ണസംബന്ധ ജ്ഞാനദായിനേ പ്രമേ. മാധുര്യോജ്വല പ്രേമാഭ്യ ശ്രീയുഗാനഗർഭിത ശ്രീഗൗരകരുണാശക്തി നമസ്തേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തി ദീനതാരിണേ കൃപാനുഗൃതാവസിദ്ധാന്ത. നമോ ഗൗരകിശോരായ സാക്ഷാത് വിരാഗ്യമൂർത്തി വിപ്രലംബരസാംബോധി പാദാംബുജായതേ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായ ഗൗരാവിർഭാവഭൂമിസ്തംഷ്ടസഞ്ജനം പ്രിയ വൈഷ്ണവ സർവം ശ്രീ ജഗന്നാഥായ തേ നമഃ. നമോ മഹാധന്യായ കൃഷ്ണപ്രേമപ്രദായ കൃഷ്ണായ കൃഷ്ണചൈതന്യനിരോധസിംഹ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിനം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. ജയതാം സുരതോ പങ്കോർമമോന്തമതേ ഗതിമത്സർവസ്വ പാദാംബുജ രാധാമദനം. ദിവ്യതുലന്താരണ്യകൽപ്പദ്രുമദസ്മദ്രത്നാവരസിംഹാസനം ശ്രീമദ് രാധാ ശ്രീ ഗോവിന്ദ ദേവി കൃഷ്ണാനുസ്മരണ ശ്രീമന്താസുരസാരംഭി ശ്രീഫലത്തരസ്ഫിത. കർഷൻ വേണുസ്വനേ ഗോപിർ ഗോപിനാഥ ശ്രീസ്തുല. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി. ഋഷഭാനു സുധേ ദേവി പ്രണമാമി ഹരിപ്രിയ. പ്രണമാമി ഹരിപ്രിയേ.
प्रणमामि हरिप्रिय। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूगं करोति वाचालं भंगं लंकायते गिरिं, यत्कृपातमहं वन्दे श्रीगुरुं धीरतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। हरि ओम तत्सत्। हरे कृष्ण। ക്ഷമിക്കണം. ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർത്തുപോയി. ഭഗവാൻ നമ്മളോട് എത്ര കാരുണ്യമാണ് കാണിക്കുന്നത് അല്ലേ? പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഭഗവാൻ എപ്പോഴും നമ്മളെ ഭഗവാന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ കാരുണ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഭഗവാന്റെ ആ കരുണാശക്തിയാണ് ശ്രീമതി രാധാറാണി. ചർച്ച തുടരാം നമുക്ക്. ഇന്നത്തെ നമ്മുടെ അധ്യായത്തിൽ ഗോവർദ്ധനത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ, ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അല്ലേ? അന്നേരം എപ്പോഴും ഓർക്കുക, വൃന്ദാവനം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഭഗവാന്റെ സ്ഥലത്തിൻ്റെ പേര് വൃന്ദാവനം എന്നല്ല, വ്രജം എന്നാണ്. വ്രജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആ കംപ്ലീറ്റ് പ്രദേശം. ഇതിൻ്റെ ഉള്ളിലാണ് ഭഗവാന്റെ ലീലകളൊക്കെ നടത്തുന്നത്. അതിലാദ്യത്തെ സ്ഥലം മഥുര, അവിടെയാണ് ഭഗവാൻ അവതരിച്ചത്. പിന്നെ ഭഗവാൻ കുട്ടിക്കാലത്ത് കുഞ്ഞായിരുന്നപ്പോൾ ലീലകളൊക്കെ നടത്തിയത് ഗോകുലത്തിലാണ്. രാധാറാണി അവതരിച്ചത് റാവൽ, പിന്നെ രാധാറാണി വളർന്ന സ്ഥലം ബർസാണ്. പിന്നെ ഭഗവാൻ കൃഷ്ണൻ ഗോകുലത്തിൽ നിന്നും നന്ദഗാവിലേക്ക് വരികയാണ്. ഓക്കെ, അന്നേരം ഇതൊക്കെയാണ് മെയിൻ സ്പോട്ടുകൾ. പിന്നെ ഗോവർദ്ധനം, പിന്നെ യമുന നദി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പല പല വനങ്ങളുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളുടെ ചുറ്റും പല വനങ്ങളുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഈ 256 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്തെയാണ് മഥുരാ മണ്ഡലം എന്ന് പറയുന്നത്, വ്രജം എന്ന് പറയുന്നത്. അത് ഗോലോകത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. അന്നേരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗോവർദ്ധനെ കുറിച്ചാണ്. നോക്കാം. നാരദ മഹർഷി നന്ദ മഹാരാജ് പറയുന്നു, ഓർമ്മയില്ലേ, സനന്ദൻ എന്ന് പറയുന്ന മുതിർന്ന ഗോപൻ എല്ലാ ഗോപന്മാരോടും പറയുകയാണ്, നമ്മുടെ കൃഷ്ണന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, പല പല അസുരന്മാരും വരുന്നുണ്ട് നമ്മുടെ കൊച്ചുകുട്ടിക്ക്. ഈ കുട്ടിയാണ് നമ്മുടെ പ്രാണൻ. അന്നേരം ഈ കുട്ടി ആപത്തിനൊന്നും നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു സ്ഥലം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അത് വേറെ നല്ലൊരു സ്ഥലമുണ്ട്, വൃന്ദാവനം എന്ന് പറയുന്ന, അങ്ങോട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നന്ദേശ്വർ കുന്നുണ്ട്. ആ നന്ദേശ്വർ കുന്നിൻ്റെ മുകളിലാണ് നന്ദഗാവ്. ഓക്കെ, അന്നേരം പിന്നെ ആ നന്ദേശ്വർ കുന്നെന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ തന്നെയാണ്. മഹാദേവൻ തന്നെ ഒരു കുന്നായിട്ട് മാറിയതാണ്. അതിൻ്റെ മുകളിലാണ് നന്ദഗാവ് ഇരിക്കുന്നത്. ഭഗവാന്റെ വീടും ഒക്കെ അവിടെയായിരുന്നു. പിന്നെ ബ്രഹ്മദേവൻ ഒരു കുന്നായിട്ട് മാറി, അതിൻ്റെ മുകളിലാണ് ബർസാന ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പോലും ഒരു കുന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് ബർസാനയുടെ തൊട്ടടുത്തായിട്ടൊരു കുന്നുണ്ട്. അത് വിലാസ്ഗഡ് എന്ന് പറയും കേട്ടോ. നമുക്ക് ചർച്ച തുടങ്ങാം. അപ്പോൾ ഇവിടെ സനന്ദഗോപനോട് നന്ദമഹാരാജ് ചോദിക്കുകയാണ്, അങ്ങ് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ,
അങ്ങ് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് അറിയുന്നുമുണ്ട്. അങ്ങ് നമുക്ക് വ്രജത്തിൻ്റെ ആ മഹാത്മ്യം പറഞ്ഞു നൽകി. അതുകൊണ്ട് നമുക്കിനി ഗോവർദ്ധനത്തിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്. ഗോവർദ്ധന പർവ്വതത്തെക്കുറിച്ച്. ഗോവർദ്ധന പർവ്വതത്തെ ഗിരിരാജ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതായത് എല്ലാ പർവ്വതങ്ങളുടെയും രാജാവായിട്ട് പറയുന്നു. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ ഗിരിരാജ്. ഗിരിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പർവ്വതങ്ങളുടെയും രാജാവാണ് ഗോവർദ്ധനം. അപ്പോൾ നമ്മൾ വൃന്ദാവനത്തിൽ വന്ന് നോക്കുമ്പോഴേ നമുക്ക് ഗോവർദ്ധനത്തിൻ്റെ ഹൈറ്റൊക്കെ വളരെ കുറവായിട്ടേ തോന്നും. ഇത്രയും വലിയ ഹൈറ്റൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെയാണ് ഇത്രയും ഗോവർദ്ധനത്തിൻ്റെ എല്ലാ പർവ്വതങ്ങളുടെയും രാജാവ് എന്ന് പറയുന്നത്? എന്നാൽ യഥാർത്ഥത്തിൽ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹിമാലയം ഒന്നുമല്ല, അത്രയ്ക്ക് ഹൈറ്റാണ് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ. പക്ഷേ ഭഗവാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് ആയപ്പോൾ ഓരോ ദിവസവും ഒരു കടുകുമണിയുടെ ആ ഒരു വലിപ്പത്തിൽ ഗോവർദ്ധന പർവ്വതം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അത് മണ്ണിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകും. പക്ഷെ താഴ്ന്നു പോകുന്നതിൻ്റെ അർത്ഥം മണ്ണിൻ്റെ അടിയിലാവുന്നു എന്നല്ല, അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. ഇതേപോലെ യമുനാ നദിയും അപ്രത്യക്ഷമാകും. എന്നാണോ ഗോവർദ്ധനം ഒട്ടും നമുക്ക് കാണാൻ കഴിയാത്തത്, എപ്പോഴാണോ യമുനാ നദിയുടെ ഒരു തുള്ളി പോലും നമുക്ക് കാണാൻ കഴിയാത്തത്, അന്ന് ഏറ്റവും ഭയാനകമായിട്ടുള്ള കലിയുഗമായിരിക്കും എന്ന് പറയും. ഏകദേശം ഇനിയൊരു 10,000 വർഷത്തിന് ശേഷം കലിയുഗം മൊത്തത്തിൽ 4,32,000 വർഷമാണ്. അതിൻ്റെ 5,000 വർഷമാണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത്. ഇനി 4,27,000 വർഷമുണ്ട്. അന്നേരം 10,000 ഇപ്പോൾ ഏകദേശം 10,000 വർഷത്തിൽ 500 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി 9,500 വർഷം വരെ ഒരുവിധം ഭക്തി ഒക്കെ കാണും. നമുക്ക് ഈ ലോകത്ത് ഭക്തിയിലുള്ള കുറച്ച് ആത്മാർത്ഥതയുള്ള ഭക്തരെ കാണാൻ പറ്റും. പക്ഷെ ഒരു 9,500 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഡേഞ്ചറസ് ലോകമായിരിക്കും. വളരെ ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. ഇപ്പോഴേ നമുക്കതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലായിടത്തും കുത്തും കൊലയും അതുമല്ല ആർത്തി അത്യാഗ്രഹവും എല്ലായിടത്തും. ഹരേ കൃഷ്ണ. നമുക്ക് തുടരാം. അന്നേരം ഇവിടെ നന്ദ മഹാരാജ് പറയുന്നു, പർവ്വതങ്ങളുടെ രാജാവായിട്ട് ഗോവർദ്ധനത്തിനെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. എന്നിട്ട് അടുത്ത് ചോദിച്ചു, യമുനാ നദി എങ്ങനെയാണ് വന്നത്? അങ്ങ് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയാണ്, അങ്ങ് മുതിർന്ന വ്യക്തിയാണ്, നമുക്കിതെല്ലാം പറഞ്ഞു തരണം. എന്നാൽ ഇവിടെ പറയുന്നു, ഒരു ദിവസം ഹസ്തിനപുരിയിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പാണ്ഡു രാജാവ് ഭീഷ്മരോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്തായിരുന്നു? നമുക്ക് നോക്കാം. പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആദ്യ രൂപം. ഭഗവാൻ അസംഖ്യ രൂപങ്ങളുണ്ട്, പക്ഷേ ആദ്യത്തെ രൂപം, ആ രൂപമാണ് എല്ലാ രൂപങ്ങളുടെയും സ്രോതസ്. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അന്നേരം അതാണ് പരമദിവ്യോത്തമ പുരുഷൻ. അന്നേരം ഇവിടെ പറയുന്നു, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഗോലോകത്തിൻ്റെ രാജാവാണ്, അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെയും നായകനാണ്. അന്നേരം അദ്ദേഹം ഭഗവാൻ ഗോലോകത്തിൽ നിന്നും വരുന്ന സമയത്ത് ഭഗവാൻ രാധാദേവിയെടുത്ത് പറഞ്ഞു, രാധ നീയും എൻ്റെ കൂട്ടത്തിൽ വരണമെന്ന്. അങ്ങനെ ഭഗവാൻ രാധാറാണത്ത് പറഞ്ഞു. ഇത് നമ്മൾ ആദ്യത്തെ ഇതിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നന്ദമഹാരാജ് ചോദിക്കുകയാണ്. അന്നേരം നമ്മൾ വിചാരിക്കും, നന്ദമഹാരാജിന് അറിഞ്ഞൂടെ? അന്നേരം ഇത് കൃഷ്ണൻ തന്നെയല്ലേ? രാധ എന്ന് പറയുന്നത് ഇതേ രാധ, വൃഷഭാനുവിൻ്റെ രാധ തന്നെയല്ലേ രാധാദേവി എന്നൊക്കെ. അതായത് അതറിയാമെങ്കിലും അറിയത്തില്ല. എങ്ങനെ? നന്ദമഹാരാജിന് അറിയാം, വ്രജവാസികൾക്കും അറിയാം. പക്ഷേ ഭഗവാന്റെ ആ ലീലയുടെ ഭാഗമായതുകൊണ്ട് അത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. മനസ്സിലായില്ലേ? കാരണം ഭഗവാന്റെ ആ യോഗമായ കാരണം അവർക്കത് മനസ്സിലാവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പ്രപഞ്ചത്തിൽ 2 മായയുണ്ട്. ഒന്ന് യോഗമായ, ഒന്ന് മഹാമായ. അന്നേരം യോഗമായയിലാണ് ഭഗവാന്റെ എല്ലാവിധ ആധ്യാത്മിക കാര്യങ്ങളും നടക്കുന്നത്. ആധ്യാത്മിക ലോകവും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ഭക്തരെ സംരക്ഷിക്കുന്നതും എല്ലാം
ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യോഗമായാണ്. ഉദാഹരണത്തിന് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ യോഗമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുകയാണ്, ഞാൻ പറയുകയാണ്. അന്നേരം പറയുന്ന സമയത്ത് എനിക്കും ആ യോഗമായ ദേവിയുടെ ഒരു സ്പർശനം ലഭിക്കുകയാണ്. കാരണം ഞാൻ ഭഗവാനെക്കുറിച്ചാണല്ലോ പറയുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന നിൽക്കും, പ്രത്യേകിച്ച് ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഭഗവാനായിട്ടൊരു കണക്ഷൻ കിട്ടുന്നത് യോഗമായ ദേവിയിലൂടെ. ഇനി മഹാമായ ദേവി എന്താണ്? യോഗമായ ദേവി തന്നെയാണ് മഹാമായ ദേവി. നമ്മൾ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട വസ്തുവകൾ യഥാർത്ഥത്തിൽ ഭഗവാന്റേതാണ്, ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് മഹാമായായിട്ട് മാറും. ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് നമ്മൾ ഭഗവാനെ നിവേദിക്കുമ്പോൾ അത് യോഗമായായി. പക്ഷേ നമ്മളത് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കഴിക്കുമ്പോൾ, ഭഗവാനെ നിവേദിക്കാതെ നമ്മളത് കഴിക്കുമ്പോൾ അത് മഹാമായായി. അതായത് മഹാമായ രൂപത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയാം? എന്തെങ്കിലും ഒരു ശാരീരിക ക്ലേശം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ശാരീരിക ക്ലേശം ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് ആ ഭക്ഷണം നമ്മൾ ഭഗവാൻ നിവേദിക്കുമ്പോൾ അതിൽ യോഗമായുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് ഭഗവാനായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാൻ പറ്റും. മനസ്സിലായി? എന്നിട്ട് ഈ യോഗമായ ദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്. എന്നിട്ട് ഇവിടെ പറയുന്നു, ശ്രീമതി രാധാറാണിയെടുത്ത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, രാധേ നീയും ഭൂമിയിൽ പോകണം. അപ്പോൾ രാധാദേവി പറഞ്ഞു, വൃന്ദാവനം ഇല്ലാതെ, യമുന ഇല്ലാതെ, ഗോവർദ്ധനം ഇല്ലാതെ എനിക്ക് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അന്നേരം വൃന്ദാവനം എന്ന് പറയുന്നത് മഥുരാ മണ്ഡലത്തിൽ ഒരുപാട് വനങ്ങളുണ്ട്. അതിലെ ഒരു വനമാണ് വൃന്ദാവനം. അതാണ് നമ്മൾ മനസ്സിലായത്. അല്ല മൊത്തത്തിൽ ആ സ്ഥലം വൃന്ദാവനമല്ല. ഗോലോക വൃന്ദാവനം എന്ന് നമ്മൾ മൊത്തത്തിൽ പറയുമെങ്കിലും ഇതിലെ വൃന്ദാവനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വനങ്ങളിൽ ഒരു വനമാണ്. മനസ്സിലാവുന്നുണ്ട്? മഹാവനുണ്ട്, പിന്നെ കാമ്യവനുണ്ട്, ബഹുലാവനുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു 24 വനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കൂടുതലുമുണ്ട്, ഉപവനങ്ങളുണ്ട്. അങ്ങനെ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ്. മുന്നോട്ട് നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാം. അപ്പോൾ രാധാറാണി പറയുന്നു, എനിക്ക് വൃന്ദാവനവും വേണം, യമുനാ നദിയും വേണം, ഗോവർദ്ധനവും വേണം പറഞ്ഞു. അതില്ലാതെ എനിക്കൊരു സന്തോഷം കാണത്തില്ല. അന്നേരം മുതിർന്ന ഗോപനാണ് ഇത് പറയുന്നത്. അന്നേരം സനന്ദഗോപൻ പറഞ്ഞു, ഇത് നന്ദമഹാരാജനോട് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, ഭഗവാന്റെ ലോകത്തിലെ ഒരു ഭാഗം ഗോവർദ്ധനം, യമുന, അതുകൂടാതെ വൃന്ദാവനം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഭാഗം അത് ഭൂമിയിലേക്ക് ഞാൻ അയക്കാം എന്ന് ഭഗവാൻ പറയുകയാണ്. അന്നേരം ത്രിലോകങ്ങളും പൂജിക്കുന്ന എന്തോമനെ ഹരേഷ്ണ, അന്നേരം ത്രിലോകങ്ങളും പൂജിക്കുന്ന ആ ഒരു ഭാഗം 24 വനങ്ങളുണ്ട്. അതാണിപ്പം ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്ന് ആര് പറയുന്നു? സനന്ദൻ എന്ന് പറയുന്ന ഗോപൻ പറയുന്നു. ഇവിടെ പറയുന്നു, ഭാരതവർഷത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഷാൽമലി ദ്വീപ്, അതായത് ജംബൂദ്വീപ്, അങ്ങനെ ഓരോരോ സപ്തസമുദ്രങ്ങളും സപ്തദ്വീപുകളുണ്ടല്ലോ. അന്നേരം അതിലെ ഒരു ദ്വീപാണ് ഷാൽമലി ദ്വീപ്. ജംബൂദ്വീപ് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്തത്. അന്നേരം ആ ഷാൽമലി ദ്വീപിലാണ്, അതിൻ്റെ നടുക്കാണ് ഗോവർദ്ധനം അവതരിച്ചത് എന്ന് പറയുന്നു. അത് ദ്രോണപർവ്വത്തിൻ്റെ മകനായിട്ടാണ് ഗോവർദ്ധനം അവതരിക്കുന്നത് പറയും. അന്നേരം നമ്മൾ വിചാരിക്കും, പർവ്വതം എങ്ങനെയാണ് മകനായിട്ട് അവതരിക്കുന്നത്? അന്നേരം ഈ ദ്രോണപർവ്വതം, അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും സാധാരണ സംഭവങ്ങളല്ല, ഇത് തള്ളുന്നതുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു,
നദികളുടെ പുറകിൽ ദേവിയുണ്ട്. ഇപ്പോൾ ഗംഗാ നദി, യമുനാ നദി, ഇതെല്ലാം ദേവിമാരാണ്. അതേപോലെ പർവ്വതങ്ങളുടെ പുറകിലും ദേവന്മാരുണ്ട്. അന്നേരം അതേപോലെ ദ്രോണ പർവ്വതം എന്ന് പറയുന്ന ഒരു ദേവനാണ്. അന്നേരം ആ ദേവന് വ്യക്തിരൂപമുണ്ട്, അതേപോലെ ഗോവർദ്ധനത്തിനും വ്യക്തിരൂപമുണ്ട്. അന്നേരം ദ്രോണ പർവ്വതത്തിൻ്റെ മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? ഗോവർദ്ധനം ജനിക്കുന്നത്. അന്നേരം ദേവന്മാരെല്ലാവരും ഗോവർദ്ധനത്തിനെ ഒരുപാട് പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ചു. ഹിമാലയ പർവ്വതവും സുമേരു പർവ്വതം, എല്ലാ പർവ്വതങ്ങളും വന്ന് ഗോവർദ്ധനത്തിനെ പൂജിച്ചു എന്ന് പറയുന്നു. കാരണം ഒന്നീ ഗോവർദ്ധനം വരുന്നത് ഗോലോകത്തിൽ നിന്നാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് വലിയ വലിയ പർവ്വതങ്ങളെല്ലാം ഗോവർദ്ധനത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ചു, പ്രദക്ഷിണം ചെയ്തു, ആരാധിച്ചു. എന്നിട്ട് ഗോവർദ്ധനത്തിനെ ഇങ്ങനെ സ്തുതിച്ചു. എല്ലാ പർവ്വതങ്ങളും കൂടെ ചേർന്ന് എങ്ങനെ? ഗോലോകത്ത് ഗോപന്മാരും ഗോപികമാരും പശുക്കളും എല്ലാം സാക്ഷാൽ ഭഗവാനും എപ്പോഴും സന്തോഷത്തോടു കൂടി കറങ്ങുന്ന സ്ഥലമാണ് ഈ അങ്ങ് സാക്ഷാൽ ഭഗവാന്റെ പ്രിയപ്പെട്ട സ്ഥലമാണ്. അങ്ങയുടെ പേര് ഗോവർദ്ധനം എന്നാണ്. അങ്ങ് കാരുണ്യപൂർവ്വം ഇപ്പം ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. അങ്ങ് എല്ലാ പർവ്വതങ്ങളുടെയും രാജാവാണ്. നമ്മൾ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അങ്ങ് ഗോലോകത്തിൻ്റെ ശിഖാമണിയാണ്. അങ്ങ് വൃന്ദാവനത്തിൻ്റെ മടിത്തട്ടിലാണ് ഇരിക്കുന്നത്. വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ഗോവർദ്ധനമേ. അങ്ങ് ഭഗവാന്റെ ഒരു ധ്വജം പോലെയാണ്. ഇങ്ങനെ എല്ലാ പർവ്വതങ്ങളും ഗോവർദ്ധനെ സ്തുതിച്ചു. എന്നിട്ട് അവരെല്ലാവരും അവരുടെ വാസസ്ഥലത്തേക്ക് പോയി. അതുകൊണ്ടാണ് ഗോവർദ്ധനത്തിനെ എല്ലാ പർവ്വതങ്ങളുടെയും രാജാവ് എന്ന് പറയുന്നത് എന്ന് സനന്ദഗോപൻ പറഞ്ഞു. പുതിയൊരു അറിവല്ലേ അല്ലേ? ഒരു ദിവസം പുലസ്ത്യ ഋഷി അദ്ദേഹം പല പല തീർത്ഥസ്ഥലങ്ങളിൽ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ദ്രോണ പർവ്വതത്തിൻ്റെ മകനായ ഗോവർദ്ധനത്തിനെ കണ്ടു. അതിൽ ഒരുപാട് വൃക്ഷലതാദികളുണ്ടായിരുന്നു, ധാരാളം പുഷ്പങ്ങളുണ്ടായിരുന്നു, പല പല ഫലങ്ങളുണ്ടായിരുന്നു, പല പല കുളങ്ങളുണ്ട്. അതീവ ശാന്തവും സമാധാനമായിട്ടുള്ള ഒരുപാട് ഗുഹകളുണ്ട്. തപസ് ചെയ്യാൻ ഏറ്റവും ഉത്തമം. ഒരുപാട് അമൂല്യ രത്നങ്ങളുണ്ട്. പല പല തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ശാന്ത മൃഗങ്ങളും ഉണ്ട് ഗോവർദ്ധനത്തിൽ. വളരെ മധുരമായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്ന ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ഒരുപാട് മയിലുകളുണ്ട്. എന്നിട്ട് ആ ഗോവർദ്ധന പർവ്വതത്തിൽ ഇരുന്നാൽ തന്നെ എല്ലാവർക്കും മോക്ഷം കിട്ടും. അത്രയ്ക്ക് പവിത്രമാണ് ഗോവർദ്ധനം. അതുകൊണ്ട് പുലസ്ത്യ ഋഷി ദ്രോണ പർവ്വതത്തിനോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ മകനെ തരുമെന്ന്. അന്നേരം പുലസ്ത്യ ഋഷി എന്താ പറഞ്ഞത്? ദ്രോണ, അങ്ങ് പർവ്വതങ്ങളുടെ രാജാവാണ്. എല്ലാ ദേവന്മാരും അങ്ങേ പൂജിക്കാറുണ്ട്. അങ്ങയുടെ ഉള്ളിൽ ഒരുപാട് ഔഷധികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് പേരുടെ ജീവനെ നിലനിർത്തുന്ന അങ്ങ് തന്നെയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാനൊരു ഋഷിയാണ്, ഞാൻ കാശിയിലാണ് താമസിക്കുന്നത്. എനിക്ക് അങ്ങയുടെ മകനായ ഗോവർദ്ധനത്തിനെ വേണം, എനിക്ക് വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കാശി എന്ന് പറയുന്നത് സാക്ഷാൽ വിശ്വേശ്വരൻ്റെ സ്ഥലമാണ്. അവിടെ വെച്ച് മരിക്കുന്ന എല്ലാവർക്കും മോക്ഷം കിട്ടും. കാശി അറിയാമല്ലോ. കാരണം മഹാദേവൻ അവിടെ ആരാണോ മരിക്കുന്നത് അവരുടെ ചെവിയിൽ 3 പ്രാവശ്യം രാമനാമം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ആ മരിക്കുന്നവർക്ക് നേരെ കൈലാസത്തിലേക്ക് പോകാൻ പറ്റും. അവിടെ മഹാദേവനിൽ നിന്ന് രാമായണവും ഭാഗവതവും ഒക്കെ കേട്ട് ഭഗവാന്റെ ഭക്തരാകാൻ പറ്റും. ആ ഒരു ഭാഗ്യം ലഭിക്കും കാശിയിൽ. എന്നിട്ട് ഇത് പുലസ്ത്യ ഋഷി പറഞ്ഞു. പുലസ്ത്യ ഋഷി പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ മോനെ കാശിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെന്ന്. അവിടെ ഗംഗാ നദി ഒഴുകുന്നുണ്ട്. സാക്ഷാൽ വിശ്വനാഥൻ അവിടെയുണ്ട്. അവിടെ പർവ്വതങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അങ്ങയുടെ മകനെ ഞാൻ അവിടെ സുരക്ഷിതമായിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു.
അങ്ങയുടെ പർവ്വതത്തിൽ അങ്ങയുടെ മകൻ്റെ മുകളിൽ നമ്മൾ ഋഷിമാരെല്ലാവർക്കും തപസ് ചെയ്യാൻ പറ്റും. ഒരു വാസസ്ഥലം നമുക്ക് ലഭിക്കും. ധാരാളം വൃക്ഷങ്ങളുണ്ട്. അല്ലാതെ വേറെ ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. നേരെ സനന്ദഗോപൻ പറഞ്ഞു. പുലസ്ത്യ ഋഷിയുടെ ഈ വാക്കുകൾ കേട്ടപ്പം ദ്രോണ പർവ്വതത്തിന് ഒരുപാട് മോനോടുള്ള സ്നേഹം, വാത്സല്യം എല്ലാം വർദ്ധിച്ചു. കണ്ണീന്ന് കണ്ണീര് വരാൻ തുടങ്ങി. എന്നിട്ട് ഋഷി എടുത്ത് പറഞ്ഞു, ദ്രോണപർവ്വതം പറയുകയാണ്, എനിക്ക് എൻ്റെ മോനോട് വല്ലാത്ത സ്നേഹമാണ്. എൻ്റെ മോൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് ഋഷി. എനിക്ക് അങ്ങയുടെ ശാപത്തെ പേടിയുണ്ട്. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോണപർവ്വതം വന്ന കുഞ്ഞു ഗോവർദ്ധനത്തിനോട് പറയുകയാണ്, മോൻ ഈ ഒരു ഋഷിയുടെ കൂട്ടത്തിൽ ഭാരതവർഷത്തിലേക്ക് പോകണം. അവിടെ കർമ്മഭൂമിയാണ്. അവർ ധർമാർത്ഥ കാമത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ധർമാർത്ഥ കാമം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ നിയമ നിബന്ധനകൾ പാലിക്കുക, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. പൊതുവെ ആൾക്കാർ എപ്പോഴും പറയും കർമ്മം ചെയ്യണം. കർമ്മമല്ല ചെയ്യേണ്ടത്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തിയാണ് കർമ്മം എന്ന് പറയുന്നത്. അന്നേരം ചുമ്മാ പ്രവർത്തിച്ചാൽ പോരാ, നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം. അന്നേരം നിയമം അനുസരിച്ച്, ആരുടെ നിയമം? ഭഗവാന്റെ നിയമം. അപ്പോൾ ചുമ്മാ കർമ്മം ചെയ്യാനാണെങ്കിൽ എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഒരു കള്ളം പറയും ഞാനും എൻ്റെ കർമ്മം ചെയ്യാണ്, അല്ലെ പോലീസുകാരൻ പറയും ഞാനും എൻ്റെ കർമ്മം ചെയ്യാണ്. ഇത് രണ്ടുപേരും തമ്മിൽ വ്യത്യാസം എന്താണ്? കള്ളൻ നിയമം തെറ്റിക്കുന്നു, പോലീസുകാരൻ നിയമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അന്നേരം ധർമ്മം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതായത് നിയമം അനുസരിച്ച് ഭഗവാന്റെ നിബന്ധന, കാരണം ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന ഭഗവാന്റെ നിയമം അനുസരിച്ചല്ലേ. അന്നേരം ആ നിയമം അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അന്നേരം അങ്ങനെ നമ്മൾ ധർമ്മം പ്രവർത്തിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കും. അതിനെയാണ് അർത്ഥം എന്ന് പറയുന്നത്. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അത് സമ്പത്താകാം, പദവികളാകാം, അങ്ങനെ എന്തുവാകാം. അന്നേരം നമുക്ക് ലഭിക്കുന്ന വസ്തുവകകൾ, അതിനെയാണ് അർത്ഥം എന്ന് പറയുന്നത്. പദവികൾ അതൊക്കെ. എന്നിട്ട് അതിനെ ഉപയോഗിക്കാനുള്ള അതിനെ ആസ്വദിക്കാനുള്ള യോഗത്തെയാണ് കാമം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അന്നേരം അത് ലഭിക്കുക മാത്രമല്ല, അത് ധർമ്മം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള അത് ഉപയോഗിക്കാനുള്ള യോഗം കൂടെ കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശം. അന്നേരം ഇത് മൂന്നനുസരിച്ച്, അന്നേരം ആരൊക്കെ ധർമ്മം ചെയ്യുന്നുണ്ടോ അവർക്ക് മാത്രമേ അർത്ഥം ലഭിക്കൂ. ഇനി ധർമാനുസൃതമായിട്ട് അർത്ഥം ഉണ്ടാക്കി എങ്കിൽ മാത്രമേ അവർക്കത് ഉപഭോഗം ചെയ്യാൻ, ആസ്വദിക്കാനോ അത് കഴിയും. അതാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. അധർമ്മത്തിലൂടെ കാശുണ്ടാക്കുന്നതുകൊണ്ടാണ് ആർക്കും അത് ഉപയോഗിക്കാൻ പറ്റാതെ. ആയുസ് കുറയുന്നു, കാശ് ധാരാളമുണ്ട്, പക്ഷെ സമാധാനം കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ട്? ധർമ്മം അനുസരിച്ചല്ല അതുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പദവിയിലെത്തിയാലും അത് ധർമ്മം അനുസരിച്ചല്ല. അതുകൊണ്ടാണ് ഒരു സമാധാനം ഇല്ലാത്തത്. അന്നേരം മോക്ഷം, അന്നേരം ഇങ്ങനെ ധർമ്മം അനുസരിച്ച് അർത്ഥം ലഭിച്ച് അതിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്ക് പിന്നെ മതിയായെന്ന് തോന്നും, തൃപ്തി വരും. പിന്നെ നമ്മൾ മോക്ഷത്തെക്കുറിച്ച്, അങ്ങനെയുള്ള ഒരു സൈക്കിൾ. അതായത് നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമം മാറിയല്ലോ. അന്നേരം ഇപ്പം നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ധർമ്മം അനുസരിച്ച് നമ്മൾ അർത്ഥം ലഭിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നില്ല. അതാണ് സംഭവം. അതുകൊണ്ട് തൃപ്തിയും വരുന്നില്ല, അതുകൊണ്ട് മോക്ഷത്തിനോട് താല്പര്യമില്ല. വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് എല്ലാവരും പെട്ട് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് വൃദ്ധാവസ്ഥ എത്തിയാലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടില്ല, അതുകൊണ്ട് വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അർത്ഥമുണ്ടെന്നറിയരുത്. അന്നേരം ചൈതന്യ മഹാപ്രഭു ഇതിന് പകരം ഇതിനെ പുരുഷാർത്ഥങ്ങൾ എന്നാണ് പറയുന്നത്. ഈ പുരുഷാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരുഷാർത്ഥമാണ് കൃഷ്ണപ്രേമം. പ്രേമ പുമർത്തോ മഹാൻ. അന്നേരം ഇവിടെ പറയുന്നത് ചൈതന്യ മഹാപ്രഭു ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? കൃഷ്ണപ്രേമത്തിലേക്ക് പോകും.
ഭഗവാന് വേണ്ടി പ്രവർത്തിക്കൂ. അന്നേരം ഈ ധർമ്മം ഓട്ടോമാറ്റിക്കലി ശരിയാവും, അർത്ഥവും ശരിയാവും, നമ്മുടെ ഹൃദയം തൃപ്തമാകും. പിന്നെ മോക്ഷത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കണ്ടല്ലോ. ഏറ്റവും ബെസ്റ്റ് വഴിയാണ് കൃഷ്ണപ്രേമം, അതാണ് ഭഗവത് പ്രേമം. അന്നേരം വേദങ്ങളിൽ ഈ ഈ പുരുഷാർത്ഥങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, ധർമാർത്ഥ കാമ മോക്ഷത്തെക്കുറിച്ച്. പക്ഷെ ഭാഗവത്തിൽ കൃഷ്ണപ്രേമത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലാവത്തില്ല. അന്നേരം നമ്മൾ ഭാഗവത്തെ പഠിക്കേണ്ടത് ധർമാർത്ഥ കാമ മോക്ഷത്തിന് വേണ്ടി ആയിരിക്കരുത്. അതായത് നമ്മുടേതായിട്ടുള്ള ഈ ലോകത്തിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കരുത്. ഇവിടെ നിന്നുള്ള സെറ്റപ്പ് വിട്ടിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കൃഷ്ണപ്രേമം. ഓക്കെ. എന്നാൽ ഇവിടെ ദ്രോണപർവ്വതം മകനായ ഗോവർദ്ധനോട് പറയുകയാണ്, കർമ്മഭൂമിയാണ്, പുരുഷാർത്ഥങ്ങളുടെ ഭൂമിയാണ്. അന്നേരം മോക്ഷം വരെ ഒറ്റ നിമിഷം കൊണ്ട് കിട്ടാൻ സാധ്യതയുള്ള ഭൂമിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് കിട്ടാം? ഭഗവാനെ സ്മരിക്കുക. ഒറ്റ നിമിഷം കൊണ്ട് ഭഗവത് സ്മരണയോടുകൂടി വളരെ ഇൻറ്റൻസ്ലി നമ്മൾ ഭഗവാനെ സ്മരിച്ചാൽ നമുക്ക് ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റും. അപ്പോൾ ഗോവർദ്ധൻ പറഞ്ഞു പുലസ്ത്യ ഋഷിയെടുത്ത്, അങ്ങ് എങ്ങനെയായിരിക്കും എന്നെ കൊണ്ടുപോകുന്നത്? അന്നേരം ഗോവർദ്ധൻ പറഞ്ഞു, അങ്ങ് എന്നെ എങ്ങനെ കൊണ്ടുപോകും? കാരണം എനിക്ക് 8 യോജന നീളവും 5 യോജന വീതിയും ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് 2 യോജന നീളം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം 1 യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കിലോമീറ്ററാണെന്ന് ആലോചിക്കണം. ഓക്കെ. അന്നേരം 8 യോജന എന്ന് പറഞ്ഞാൽ എത്രയായി? 96 കിലോമീറ്റർ നീളം. എന്നിട്ട് 5 യോജന വീതി. 5 യോജന വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 5 60 കിലോമീറ്റർ വീതി. ഒന്ന് ആലോചിച്ച് നോക്കണം. 96 കിലോമീറ്റർ നീളവും 60 കിലോമീറ്റർ വീതിയും. എന്നിട്ട് നീളമാണെങ്കിലോ 2 യോജന. 2 യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 കിലോമീറ്റർ ഉയരം ഉണ്ടായിരുന്നു ഗോവർദ്ധനത്തിന്. 24 കിലോമീറ്റർ. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുമായിരിക്കും അത്? അന്നേരം പുലസ്ത്യ ഋഷി പറഞ്ഞു, മോനെ എൻ്റെ കയ്യിലിരിക്കാൻ പറ്റും, നീ എൻ്റെ കയ്യിലിരുന്നാൽ മതി, ഞാൻ നിന്നെ കാശിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ പുലസ്ത്യ ഋഷിയുടെ പവർ നോക്കണേ. ഇത്രയും വലിപ്പമുള്ള ഗോവർദ്ധനത്തിനെ, ഇപ്പോൾ ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ 21 കിലോമീറ്റർ ചുറ്റളവുണ്ട്. ഇത്രയേ ഉള്ളൂ. അന്നേരം അത്രയ്ക്ക് അപ്രത്യക്ഷമായിട്ടാണ് നമ്മൾ മനസ്സിലാകുന്നത്. നേരത്തെ എത്രയാണ്? 96 കിലോമീറ്റർ നീളം, 60 കിലോമീറ്റർ വീതി, 24 കിലോമീറ്റർ നീളം, പൊക്കം സോറി. ഹരേ കൃഷ്ണൻ. എന്തുമല്ലേ? അപ്പം ഗോവർദ്ധനം പറഞ്ഞു, അങ്ങ് എന്നെ എവിടെയാണോ വെക്കുന്നത് അവിടെ ഞാൻ ഇരിക്കും, പിന്നെ ആ സ്ഥലം വിട്ടിട്ട് ഞാൻ പോകത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതെൻ്റെ പ്രതിജ്ഞയാണ് പറഞ്ഞു. അപ്പം പുലസ്ത്യ ഋഷി പറഞ്ഞു, ഞാൻ നിന്നെ സാൽമലി ദ്വീപിൽ നിന്നും കൗശല രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് നിന്നെ എങ്ങും നിർത്തത്തില്ല, ഇതെൻ്റെ പ്രതിജ്ഞയാണെന്ന് പറഞ്ഞു. അപ്പോൾ സനന്ദ ഗോപൻ പറഞ്ഞു, ഗോവർദ്ധനത്തിന് ഒരുപാട് വിഷമമായി, അച്ഛനെ പിരിയണമല്ലോ. എന്നിട്ട് ദ്രോണപർവ്വതത്തിന് ഒരുപാട് വിഷമമായി. അങ്ങനെ രണ്ടുപേരും പിരിയുകയാണ്. എന്നിട്ട് ഗോവർദ്ധന പർവ്വതം പുലസ്ത്യ ഋഷിയുടെ കയ്യിൽ കയറി. അങ്ങനെ ഗോവർദ്ധനഗിരിയെ പുലസ്ത്യ ഋഷി കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അസാമാന്യ ശക്തി കൺമുന്നിൽ കാണാൻ പറ്റുകയായിരുന്നു. വളരെ മെല്ലെയാണ് അദ്ദേഹം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം വ്രജമണ്ഡലത്തിലെത്തി. അതായത് ഇപ്പോഴത്തെ ഈ വ്രജം.
അപ്പോൾ വ്രജത്തിലെത്തിയപ്പോൾ ഗിരിഗോവർദ്ധന് എന്തു പറ്റി? ആ ഗോലോകത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഗോലോകത്തിൽ നിന്നല്ലേ വന്നിരിക്കുന്നത് അല്ലേ? അന്നേരം ഗോവർദ്ധനൻ സ്വയം വിചാരിച്ചു, ഭഗവാൻ കൃഷ്ണൻ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ നായകൻ ഇവിടെയാണ് ഇനി അവതരിക്കാൻ പോകുന്നത്. വ്രജത്തിൽ ഒരുപാട് കുട്ടിക്കാലത്തെ ലീലകളൊക്കെ ഭഗവാൻ ഇവിടെ ചെയ്യും. പശുക്കളെയൊക്കെ നയിക്കും. എന്നിട്ട് കിഷോരാവസ്ഥയിൽ കൈശോര പ്രായത്തിലും പല പല ലീലകളും ചെയ്യും. സാക്ഷാൽ ശ്രീമതി രാധാറാണി ഇവിടെ ഉണ്ടായിരിക്കും. രാധാറാണിയുടെ സേവനം ചെയ്യാൻ പറ്റും. വെണ്ണ മോഷ്ടിക്കും. അങ്ങനെ പല പല ലീലകൾ ഇവിടെ ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ വിട്ട് പോകാൻ പാടില്ല, യമുനയുടെ അടുത്ത്. അന്നേരം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ യമുനാ നദി ദൂരെയാണ്, ഗോവർദ്ധനത്തിൽ നിന്ന് നല്ല ദൂരെയാണ്. ഒരു ഗോവർദ്ധന ഇവിടെ, പക്ഷേ യമുനാ നദിയും ഗോവർദ്ധനത്തിൻ്റെ അടുത്തൂടെയായിരുന്നു ഒഴുകുന്നത് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം യമുനാ നദി ഒഴുകുന്ന ഈ സ്ഥലത്ത് തന്നെയായിരിക്കണം ഞാൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. ഗോലോകത്തിൽ നിന്നും ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയായിട്ട് ഇവിടെ വരും. അന്നേരം അവരുടെ ദർശനം എടുക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതം തന്നെയാവും. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗോവർദ്ധൻ എന്ത് ചെയ്തു? ഭാരം അങ്ങോട്ട് കൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഋഷിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അന്നേരം നേരത്തെ ആലോചിച്ച കാര്യങ്ങളും തീരുമാനിച്ച കാര്യങ്ങളും എല്ലാം ഋഷി മറന്നുപോയി. ആ ഭാരം സഹിക്കാൻ പറ്റാതെ ആ ഋഷി എന്ത് ചെയ്തു? ഗോവർദ്ധനത്തിനെ വ്രജമണ്ഡലത്തിൽ അങ്ങ് വെച്ചു. എന്നിട്ട് സന്ധ്യാവന്ദനത്തിന് വേണ്ടിയും പിന്നെ പ്രാതകർമ്മങ്ങളും അതൊക്കെ ചെയ്യാനായിട്ട് പോയി. എന്നിട്ട് ഗോവർദ്ധനത്തിനോട് വന്നിട്ട് വാ എഴുന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഗോവർദ്ധന എഴുന്നേറ്റില്ല. അപ്പോഴത്തേക്കും പുലസ്ത്യ ഋഷി ആളുടെ സിദ്ധികളൊക്കെ ഉപയോഗിച്ചു പൊക്കാൻ നോക്കി. പക്ഷേ പുലസ്ത്യ ഋഷി ഗോവർദ്ധനെ കെട്ടിപ്പിടിച്ചു, വളരെ മധുരമായിട്ട് സംസാരിച്ചു. പക്ഷേ ദ്രോണപർവ്വതം ഒട്ടും അനങ്ങാൻ തയ്യാറില്ലെന്നു. എന്തു പറയുന്ന ഒരു ചെറിയൊരു വിരലിൻ്റെ അത്ര പോലും അനങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. ഒരു വിരലിൻ്റെ ഗ്യാപ്പ് ഒട്ടും അനങ്ങുന്നില്ല ഗോവർദ്ധൻ. ഹരേ കൃഷ്ണ. അപ്പോൾ ഉടനെ പുലസ്ത്യ മുനി വീണ്ടും പറഞ്ഞു, മോനെ വാ, അങ്ങ് ഗിരിരാജല്ലേ, നല്ല കുട്ടനല്ലേ, അങ്ങനെ തന്നെ പറഞ്ഞു, എൻ്റെ നല്ല കുഞ്ഞല്ലേ, നീ വാ, നീ എൻ്റെ ഭാരം ഇങ്ങനെ കൂട്ടരുത്, ഇങ്ങനെ ഭാരം കൂട്ടരുത്. എനിക്കറിയാം നീ ദേഷ്യത്തിലാണെന്ന് അറിയാം, നീ എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യപ്പെടുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ ഉടനെ ഗോവർദ്ധൻ പറഞ്ഞു, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, അങ്ങല്ലേ എന്നെ താഴെ വെച്ചത്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് ശേഷം ഭഗവാനും ഗോവർദ്ധനമായിട്ട് മാറുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഗോവർദ്ധന ലീല വരുമ്പോൾ ഭഗവാൻ ഗോവർദ്ധനം പൊക്കുന്നു. അന്നേരം ഗോവർദ്ധന യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഭക്തനാണ്. എന്നിട്ട് ആ ലീലയുടെ ഭാഗമായപ്പോൾ ഭഗവാനും കൂടെ കയറും. അന്നേരം ഗോവർദ്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമുനാ നദിയെ പോലെ തന്നെ, പക്ഷേ ഇപ്പോൾ യമുനാ നദി എങ്ങനെ ഭഗവാന്റെ ഭക്തയാണ് അല്ലേ, ഭഗവാന്റെ ലീല നടന്ന സ്ഥലമാണ്. അതേപോലെ ഗോവർദ്ധനവും ഭഗവാന്റെ ഭക്തനുമാണ്, ഭഗവാനും കൂടെയാണ് ഒരേ സമയത്ത്. കാരണം ആ ദേവേന്ദ്രൻ മഴ പെയ്പ്പിച്ച ആ സമയത്ത്, യജ്ഞം മുടക്കിയ സമയത്ത് ആ ഭഗവാനും കൂടെ പർവ്വതത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെയാണല്ലോ ബ്രജവാസികൾക്ക് ദർശനം എടുത്തത്. അന്നേരം ഗോവർദ്ധനം ഭഗവാന്റെ ഭക്തനുമാണ്, ഗോലോകത്ത് ഭഗവാന്റെ ഭക്തനാണ്. അതുകൂടാതെ ഗോവർദ്ധനശില ഭഗവാനും കൂടെ, രണ്ടും കൂടെയാണ് ഒരേ സമയത്ത് കേട്ടോ. അന്നേരം ഗോവർദ്ധൻ പറഞ്ഞു, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, അങ്ങല്ല എന്നെ താഴെ വെച്ചത്, അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് അനങ്ങത്തില്ലെന്ന്. ഇത് ഞാൻ പ്രതിജ്ഞ എടുത്തു പോയത്. അപ്പോഴേക്കും പുലസ്ത്യ ഋഷി ഭയങ്കര ദേഷ്യമായി, ചുണ്ടെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് പുലസ്ത്യ ഋഷി പാവം ഗോവർദ്ധനത്തിനെ ശപിക്കുക. ഹരേ കൃഷ്ണ. എന്താണ് ആ ശാപം? നമുക്ക് നോക്കാം. നീ ഒരുപാട് ധാർഷ്ട്യമായിരിക്കുന്നു, നിനക്ക് അഹങ്കാരമായിരിക്കുന്നു, നീ എൻ്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കത്തില്ലല്ലേ, അതുകൊണ്ട് ഇന്നു മുതൽ നീ ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ ചെറുതായിക്കൊണ്ടേയിരിക്കുന്നു. നാരായണ. അങ്ങനെ അന്നു മുതൽ
ഗോവർദ്ധന എന്തായി, എല്ലാ ദിവസവും ഒരു കടുക് മണിയുടെ വലിപ്പത്തിൽ ചെറുതായി. അത് ഭഗവാന്റെയും കൂടെ ഒരു പ്ലാനാണ്. കാരണം ഗോവർദ്ധന ഇവിടുന്ന് അപ്രത്യക്ഷമായിട്ട് വീണ്ടും ഗോലോകത്ത് പ്രകടമാവണ്ടേ, അതിനു വേണ്ടിയാണ്. അപ്പോൾ സനന്ദഗോപൻ പറഞ്ഞു, നന്ദ മഹാരാജേ, അങ്ങനെ പുലസ്ത്യ ഋഷി ദേശത്തോടുകൂടി കാശിക്ക് പോയി. ഗോവർദ്ധനം ഓരോ ദിവസം കഴിയും തോറും ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ ചെറുതായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇവിടെ സനന്ദഗോപൻ പറയുന്നു, എത്രത്തോളം കാലം ഭഗീരഥി ഗംഗ ഈ ലോകത്തുണ്ടോ, യമുനാ നദി ഉണ്ടോ, ഗോവർദ്ധനമുണ്ടോ, അത്രത്തോളം കാലം കലിയുഗം ഇല്ല എന്ന് നമുക്ക് പറയാം. കലിയുഗം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ കലിയുഗം പൂർണ്ണമായിട്ടില്ലെന്ന്. എത്രത്തോളം കാലം ഭഗീരഥി ഗംഗയുണ്ടോ, യമുനാ നദിയുണ്ടോ, ഗോവർദ്ധന പർവ്വതമുണ്ടോ, അത്രത്തോളം കാലം കലിയുഗം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ വളരെ രസമായിരുന്നു അല്ലേ ഗോവർദ്ധനത്തിൻ്റെ കഥ. അവരിവിടെ സനന്ദഗോപൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാനിപ്പോൾ അങ്ങേക്ക് ഗോവർദ്ധനത്തിൻ്റെ കാര്യം പറഞ്ഞു നൽകി, എങ്ങനെയാണ് ഗോവർദ്ധനം വന്നതെന്ന്. ആരാണോ ഈ ഒരു കഥ ചർച്ച ചെയ്യുന്നത്, കേൾക്കുന്നത്, അവരുടെ ഏറ്റവും വലിയ വലിയ പാപങ്ങൾ പോലും നഷ്ടമാകുന്നു. അതിലൂടെ ഒരുപാട് അനുഗ്രഹം കിട്ടും, മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മൾ പോകും. അത്രയ്ക്ക് മനോഹരമാണ് ഈ കഥ, അത്രയ്ക്ക് ശ്രേയസ്കരമാണ് ഈ കഥ അല്ലേ. കേട്ടപ്പോഴേ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തോന്നില്ലേ. അതാണ് ഭഗവാന്റെ ലീലകൾ. ഇനി എല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു തോന്നുന്നു അല്ലേ. അതാണ് ഈ നമ്മൾ ഗർഗഭാഗവതം ചർച്ച ചെയ്യുന്നത്. ഇതുവരെയും നമ്മൾ കേൾക്കാത്ത പല ലീലകളും. എന്നിട്ട് ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നാളത്തെ വീഡിയോയിൽ ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ വീഡിയോ എടുക്കാം. അതിൽ നമ്മൾ യമുനാ നദി എങ്ങനെ വന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ഹരിദാസവര്യൻ, ഹരിയുടെ ദാസരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത്, അതാണ് ഗോവർദ്ധനത്തിൻ്റെ ഒരു പേര്. അന്നേരം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായ ആ ഗോവർദ്ധനത്തിൻ്റെ ആ ലീലയാണ് നമ്മളിന്ന് പഠിച്ചത്. എങ്ങനെയാണ് ഗോവർദ്ധന ഈ ഭൂമിയിൽ വന്നതെന്ന് ഇനി നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തുകൊണ്ട് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കമൻസിൽ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് ടൈപ്പ് ചെയ്യണം. ശ്രീമതി രാധാറാണി കി ജയ്, പിന്നെ ഗിരിരാജ് ഗോവർദ്ധൻ കി ജയ് എന്നിവർ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ നാളെ കാണാം.